ഗായ്സ് ഉച്ചത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാനും നീനും അമ്മയും കൂടെ ആയിട്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്റ്റാളിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ആ സ്റ്റാളിൽ കയറിയ പൂജാ റൂമിൽ വെക്കേണ്ട ഒരു സാധനം മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഒരു വയസ്സായ അമ്മമ്മ നടന്ന് വരണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ഓരോ സ്റ്റാൾ തോറും കയറി നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഫുള്ളും കളിപ്പാട്ട കടകളാണ് കേട്ടോ. പെട്ടെന്നൊരു നിമിഷം ഒരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഗൈസ്. ഇനി ഈ സൈഡിൽ ഫുള്ളും പലഹാരങ്ങളാണ്. പിന്നെ അലുവ, പലതരത്തിലുള്ള അലുവകൾ. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലുവ പച്ച, മഞ്ഞ, കാപ്പിപ്പൊടി, പോപ്കോൺ, ഐസ്ക്രീം കടകൾ, അങ്ങനെ. പിന്നെ ചുക്ക് കരിപ്പട്ടി കേട്ടോ, അത് വിൽക്കുന്ന ഒരു സ്റ്റാള്. പിന്നെ വളകൾ, അതായത് അവർ പാക്ക് ചെയ്ത് അപ്പോഴേ തന്നെ അങ്ങോട്ട് ഇടുന്നതാണ് കേട്ടോ. ഒരാൾ അവിടെ ഇരുന്ന് തറയിലിരുന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അമ്മയ്ക്കൊരു എന്താ പറയണ്ടേ, അമ്മയ്ക്ക് തന്നെ അറിയില്ല എത്ര വിത്ത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എന്നാലും ഈ വിത്തും തൈകളെ എവിടെയെങ്കിലും കണ്ടാൽ അമ്മ ആ സൈഡിൽ നിന്ന് മാറേയില്ല. അമ്മയ്ക്ക് വേറെ ഒരിടവും കണ്ടു പോവില്ല. പച്ചക്കറി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആരോ കൈവശം കൊടുത്തേക്കും പോലെയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ തേരാപ്പാര നടന്നു വരുന്ന സമയത്താണ് ഞങ്ങളുടെ കണ്ണിൽ ഇവിടെ കുറേ നെക്ലസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കണ്ടത്. അപ്പം ഞങ്ങളും പോയി എന്താണെന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ കുറേ ആൻറ്റിമാരും അമ്മമാരൊക്കെ മേടിക്കുന്നുണ്ട് ചെറു കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി. പിന്നെ അവിടെ കുറേ മൈപ്പീലികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രസമുണ്ട് കാണാൻ. ഗൈസ് ഒരിടത്തുള്ള മാലകളും നെക്ലസ്സുകളൊക്കെ കണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അതിനേയും കാട്ടി മനോഹരമായിട്ടുള്ള നെക്ലസ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. 50, 60, 70, 80 ആ റേറ്റിനുള്ളതാണ് കേട്ടോ. പിന്നെ കുറേ വളകൾ, തിരി കത്തിച്ച് വെക്കേണ്ടത്, പിന്നെ കീ ചെയിൻ, പിന്നെ മോതിരത്തിൽ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞങ്ങളും വാങ്ങിക്കാൻ വേണ്ടി നിന്ന്, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം വഴിയോര കച്ചവടങ്ങൾ ഒരുപാട് കണ്ടു കേട്ടോ. ചട്ടികൾ, കലങ്ങൾ, പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ, വെറൈറ്റി ഫ്രൂട്ട്സുകൾ. പിന്നെ അതിനുള്ള ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ആയി കേട്ടോ റോഡ് ഫുള്ളും. പിന്നെ അങ്ങനെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കണം. അങ്ങനെ ഇനി ഈ വണ്ടികളൊക്കെ പോയാലും നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകണം എന്തിനെന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. അത് കണ്ട ഗ്രീൻ ആപ്പിളിനെ പോലെ ഇരിക്കും, പക്ഷെ ഗ്രീൻ ആപ്പിൾ അല്ല ഗൈസ്. ഇതൊരു ഔഷധ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. കാലുവേദന, മുട്ടുവേദന, അതിന് ശമനം കിട്ടും. ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട്സാണ്. കണ്ട ഗ്രീൻ ആപ്പിൾ പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിക്കണമെന്നില്ല, നമുക്ക് സാമ്പിൾ തരും. ഞങ്ങൾക്ക് സാമ്പിൾ കിട്ടിയായിരുന്നു. അപ്പം നീನು ചോദിച്ചാൽ എന്താണമ്മ എന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഈ തലവേദന, മുട്ടുവേദന അതൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന്. പക്ഷെ ചെറിയ രീതിയിലുള്ള മധുരമേ ഉള്ളൂ കേട്ടോ. വാങ്ങിക്കണോ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു കൺഫ്യൂഷൻ, വാങ്ങിക്കണോ വേണോ വേണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഈ സാമ്പിളും കഴിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. ഈ കാണുന്ന ഷോളൊക്കെ 50, 70, 80 ആ റേറ്റാണ് കേട്ടോ. ഇത് 100 രൂപയാണ്. പിന്നെ ഇതെൻ്റെ ഈ പൊരിയാണ് കേട്ടോ വിൽക്കുന്നത്. അമ്മ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിൽക്കുന്നത് കണ്ടാലും, പിന്നെ പച്ചക്കറി വിത്ത്, തൈകൾ അങ്ങനെ കണ്ടാലും അമ്മയുടെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ചുക്ക് കരിപ്പെട്ടി അങ്ങനെ വിൽക്കുന്ന ഒരു കട കണ്ടായിരുന്നു, ഒരു സ്റ്റാൾ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 100 രൂപയാണ്. പിന്നെ ക്യാപ്പ്, പുറത്ത് ക്യാപ്പും വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാളാണ് കേട്ടോ അതും. അപ്പോൾ അങ്ങനെ സാമ്പിൾ അമ്മയ്ക്കും കൊടുത്തു, അമ്മയും കഴിച്ചു. സാമ്പിൾ നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് കൂടെ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന്. നീനുവിന് ചിരി വന്നു കേട്ടോ.
അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് വാങ്ങിക്കട്ടെ 100 രൂപയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാനെന്ന്. അപ്പോൾ നീനിതാ കണ്ണ് തള്ളി, അയ്യോ വേണ്ടേ. ഗൈസ് ഞാനും അമ്മയും നീനും കൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഞങ്ങളുടെ കണ്ണിലിതാ സിന്ദൂരം കണ്ണിൽ പെട്ടു ഗൈസ്. അങ്ങനെ അത് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം കുറേ ചട്ടികളും പിന്നെ അതുപോലെ തന്നെ കുറേ കളിപ്പാട്ടങ്ങളുള്ള കടകളൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ, അതായത് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ കോവിൽ കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രനട ബസ്സുണ്ട്, അപ്പോൾ അവിടെ ബസ്സിനായിട്ട് പോവുകയാണ് ഗൈസ്. കുറേ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറേ കമ്മലൊക്കെ അമ്മ മേടിച്ചെന്നുണ്ട്, അമ്മ ആ ഭാഗത്തോട്ടേ നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ KSRTC ബസ്സിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ യാത്ര തീർന്നില്ല, ഇനി വേറൊരു ക്ഷേത്രത്തിൽ കൂടെ പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരുവൈരാണിക്കുളത്തിൽ നേരെ വന്നത് ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിലാണ്. കേരളത്തിൽ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം. മണപ്പുറം മഹാദേവ ക്ഷേത്രമാണ് ഈ സ്ഥലത്ത് പ്രശസ്തിയിലെത്തിച്ചത്. സ്വയം പൂവാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ. ക്ഷേത്രത്തിന് പുറത്തുള്ള ശിവലിംഗം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ശിവലിംഗം തന്നെയാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുള്ള മണപ്പുറത്താണ് പരശുരാമനാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. ഈ ശിവലിംഗത്തെ ശ്രീരാമൻ വരെ പൂജിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം, ഐതിഹ്യം സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് ക്ഷേത്രത്തിലോട്ട് പോട്ടെ ഗൈസ്. ഞങ്ങളങ്ങനെ അവിടുത്തെ പ്രസാദമൊക്കെ മേടിച്ചു. ഇത് ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും പോയി തൊഴുതിട്ട് നടന്ന് വരണേ കേട്ടോ. വർഷങ്ങൾ കൊണ്ടുള്ള കാത്തിരിപ്പാണ് എൻ്റെ അമ്മയുടെ കേട്ടോ, ശിവക്ഷേത്രത്തിൽ പോകണമെന്ന്. അതായത് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൽ തിരുവൈരാണിക്കുളത്തൊക്കെ പോകണമെന്നുള്ളത്. അത് 2024 സാധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോകുന്നത് നന്ദിയുടെ കാതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്ദിയുടെ കാതിൽ പറയുന്ന കാര്യം മഹാദേവൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോയി പറയാൻ പോകുന്നത്. മഹാദേവൻ്റെ പ്രഥമ ഭക്തനാണ് നന്ദി കേട്ടോ. അപ്പം നന്ദി വഴിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മഹാദേവനിലോട്ട് എത്തുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം ഞാൻ നന്ദിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 3 വട്ടം കാതിൽ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അമ്മയെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ പോയിട്ട് നന്ദിയുടെ കാതിൽ ഒരു കാര്യം പറയാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു, അമ്മ ഞാൻ അത് വീഡിയോയിൽ എടുക്കൂല, അമ്മ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ചുറ്റുമൊക്കെ കാണിക്കുകയാണ്, രണ്ട് ആൾക്കാരൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ട്രെയിൻ പാളമൊക്കെയാണ് കേട്ടോ, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അമ്മ പോയിട്ട് വന്നു. അപ്പോൾ ഗൈസ് അമ്മ അങ്ങനെ പ്രസാദം മേടിക്കാൻ പോയ സമയം കൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ ചുറ്റും നടന്നെടുക്കുകയാണ്. അപ്പോൾ അതോ ഒരു സായിപ്പ് മദാമ്മയൊക്കെ പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഈ കാണുന്നത് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ നടയിലുള്ള മേൽപ്പാലമാണ് കേട്ടോ. ഇതുവഴി നമുക്ക് അമ്പലത്തിൽ എളുപ്പമായിട്ട് പോവാം. 108 ദിവസം നീണ്ടു നിന്ന പണിയാണ് കേട്ടോ ഈ പാലം പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റും. ഗൈസ് ഞങ്ങൾ രാത്രി 7 മണിയൊക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, സഞ്ജു. എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ ഞങ്ങളെ യാത്രയാക്കിയിട്ട് പോയി. അപ്പം ഞങ്ങൾ പിന്നെ ഒരു ചായയും സമൂസയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ രാത്രി 1:30-ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 7 മണി തൊട്ട് 1:30 വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 1:30-ക്ക് ട്രെയിൻ വന്നു. അപ്പോൾ ഞങ്ങളൊരു മിനറൽ വാട്ടറും ഒരു ചിപ്സും മേടിച്ചായിരുന്നു കഴിക്കാൻ. പിന്നെ ഞങ്ങളത് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഒരു 5:30 ആയപ്പോൾ ട്രിവാൻഡ്രത്തെത്തി.